ഹായ് മക്കളെ, നമ്മളുടെ ലാബ് എക്സാമിനേഷനൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട കെമിസ്ട്രി പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട സോൾട്ട് അനാലിസിസ് ടൈട്രേഷനൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സോൾട്ട് അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പെരിമെൻറ്റുകളിലേക്ക് ഒന്ന് കടക്കാം. അതിൽ നിങ്ങൾ പ്രധാനമായും കൺഫർമേറ്ററി ടെസ്റ്റുകളാണ് മനസ്സിലാക്കേണ്ടത്. കാറ്റയോണുകളുടെയും ആനയോണുകളുടെയും നിങ്ങൾക്കറിയാം, ഒരു സോൾട്ടിൽ കാറ്റയോണും ആനയോണും ഉണ്ടാകും. അവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട കൺഫർമേറ്ററി ടെസ്റ്റുകൾ മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രത്യേക ടെസ്റ്റുകൾ നടത്തി ആ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കാറ്റയോണിനെയും ആനയോണിനെയും മനസ്സിലാക്കുക. അതിൽ നമുക്ക് ആദ്യം ആനയോണുകളുടെ കൂട്ടത്തിൽ കാർബണേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ കാൽഷ്യം കാർബണേറ്റ് സോൾട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം കാൽഷ്യം കാറ്റയോണും കാർബണേറ്റ് ആനയോണുമാണ്. ഞാൻ വാച്ച് ക്ലാസ്സിലാണ് സോൾട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് സാൾട്ട് സാധാരണ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് വാച്ച് ക്ലാസ്സിലായിരിക്കും. അത് എടുക്കാൻ വേണ്ടി ഒരു സ്പാച്ചുല, ഒരു സ്പൂൺ എൻ്റെ കയ്യിലുണ്ട്. സ്പാച്ചുല എന്നാണ് ഇതിനെ പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾട്ടിനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സോൾട്ടിൽ കാർബണേറ്റ് ഉണ്ട്. നമ്മളതെങ്ങനെ മനസ്സിലാക്കുമെന്നാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ അല്പം ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തതിന് ശേഷം നമ്മൾ അല്പം സോൾട്ടിലെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരല്പം സോൾട്ടിനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ സോൾട്ടിലേക്ക് നമ്മൾ ആദ്യം അല്പം ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. നമ്മൾ ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നടക്കുന്ന ഒബ്സർവേഷൻ നമ്മൾ പരിശോധിക്കുക. എപ്പോഴും നമ്മൾ തരാം. ഇവിടെ കണ്ടില്ലേ, ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ബ്രിസ്ക് എഫറസൻസ് എന്ന് പറയുന്നത്. ഈ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ കാർബണേറ്റ് പ്രസൻ്റ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിരിക്കും ഇവിടെ നിന്ന് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്ന അപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ പതഞ്ഞ് പൊങ്ങി വരിക, അല്ലെങ്കിൽ എന്താണ് ബ്രിസ്ക് എഫറസൻസ്, ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇത് കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈസിയായി തന്നെ ലാബ് എക്സാമിനേഷൻ അത് പെർഫോം ചെയ്യാം. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇവിടെ ഇവോൾവ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്പെരിമെൻ്റൽ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം കാർബണേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ മനസ്സിലാക്കാം. ഇനി അടുത്തൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ബ്രിസ്ക് എഫറസൻസ് കിട്ടുന്നു. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലൈം വാട്ടറിനെ എന്താക്കുന്നു, മിൽക്കി ആക്കി മാറ്റുന്നു. അങ്ങനെ നമുക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണെന്ന് ഉറപ്പിക്കാം. അത് നമുക്ക് ലാബിൽ ചെയ്യേണ്ടി വരില്ല. ബ്രിസ്ക് എഫറസൻസ് കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം കാർബൺ ഡയോക്സൈഡ് ആണെന്ന് ഉറപ്പിക്കാം. അതിനകത്ത് കാർബണേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാർബണേറ്റ് റാഡിക്കൽ അല്ലെങ്കിൽ ആനയോൺ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ കാർബണേറ്റിനെ ഇത് കാർബണേറ്റ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് വരുന്നു. നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. നമ്മൾ വീണ്ടും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അല്പം കാർബണേറ്റ് കണ്ടെയ്നിങ് സോൾട്ടിലെ അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അല്പം സോൾട്ടിനെ ട്രാൻസ്ഫർ ചെയ്യുക. അതിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ എൻ്റെ കൈവശം ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട്. ഞാൻ നേരത്തെ HCl ആഡ് ചെയ്തത് അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. നന്നായി ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എനിക്കൊരു വൈറ്റ് കളറുള്ള പ്രസിപ്പിറ്റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം കൺഫർമേറ്ററി ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റെക്കോർഡിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് കൺഫർമേറ്ററി ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ കാർബണേറ്റ് ഏകദേശം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ബ്രിസ്ക് എഫറസൻസ് വന്നപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി കാർബണേറ്റിൻ്റെ പ്രസൻസ് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ നമ്മൾ ഇതിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അപ്പം കാർബണേറ്റ് ആണെന്ന് പറയും. അപ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ഇനി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്നത് സൾഫേറ്റ് ആണ്. അപ്പം സൾഫേറ്റും കാർബണേറ്റും ഒരേ എക്സ്പെരിമെൻ്റൽ റിസൾട്ടാണ് തരുന്നത്. നിങ്ങൾ സോൾട്ടിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരുന്ന 2 ആൾക്കാരാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഒന്നുകിൽ അത് സൾഫേറ്റ് ആകാം, അല്ലെങ്കിൽ അത് കാർബണേറ്റ് ആകാം. അത് കാർബണേറ്റ് ആണോ സൾഫേറ്റ് ആണോ എന്ന് 100% ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് വീണ്ടും കുറച്ച് ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു ഈ വൈറ്റ് പ്രസിപ്പിറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് പ്രസിപ്പിറ്റിലേക്ക് വീണ്ടും നമ്മൾ അല്പവും കൂടെ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് നന്നായി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഷേക്ക് ചെയ്യുന്നു. അപ്പം ബ്രിസ്ക് എഫറസൻസ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഗ്രാജുവലി ഡിസോൾവ് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. നോക്കി ഇതിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. അപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ നല്ല വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ആ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത സൊല്യൂഷനിലേക്ക് വീണ്ടും ഞാൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറച്ച് എക്സസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ബബിൾസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് ഗ്രാജുവലി ഡിസോൾവ് ആകുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇഫ് ദിസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് സോലിബിൾ ഇൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദാറ്റ് വിൽ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ്. ഇനി നമുക്ക് കാർബണേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി മറ്റ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഒന്നും ചെയ്യേണ്ട. അതുകൊണ്ട് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട്, ആ HCl സോലിബിൾ ആവുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും. ആദ്യമേ ഇത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാൻ 2 കാരണങ്ങളാകാം. ഒന്നുകിൽ അത് ഇറ്റ് മേ ബി സൾഫേറ്റ് ഓർ കാർബണേറ്റ്. അത് കാർബണേറ്റ് ആണോ സൾഫേറ്റ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വീണ്ടും ആഡ് ചെയ്തു വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക്. അപ്പോൾ അത് ആ പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പ്രസിപ്പിറ്റേറ്റ് എന്നാണ്. നോക്കിയേ, ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി. അപ്പം നമുക്ക് 100% ഉറപ്പിക്കാം സോൾട്ടിൽ കാർബണേറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ കാർബണേറ്റിനെ എങ്ങനെ മനസ്സിലാക്കി? ആദ്യം നമ്മൾ സോൾട്ടിലേക്ക് ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു, ബ്രിസ്ക് ഫ്ലൂറസൻസ് ഉണ്ടായി. പിന്നെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ സോൾട്ടിലേക്ക് ബേരിയം ക്ലോറൈഡിനെ ആഡ് ചെയ്തു, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താ? ഇറ്റ് മേ ബി കാർബണേറ്റ് ഓർ സൾഫേറ്റ്. അത് കാർബണേറ്റ് ആണെന്ന് നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഇഫ് ദ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് സോലിബിൾ ഇൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദാറ്റ് വിൽ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ്. ഇനി ഈ പ്രസിപ്പിറ്റേറ്റ് സോലിബിൾ ആകാതെ ഇരുന്നാൽ അത് സൾഫേറ്റ് ആണ്. നമ്മൾ അടുത്ത എക്സ്പെരിമെന്റ് അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോലിബിൾ ആകാതെ ഇരിക്കുന്നു HCl. അങ്ങനെയാണെങ്കിൽ സൾഫേറ്റ്. ഇതിപ്പോൾ സോലിബിൾ ആയതുകൊണ്ട് 100% നമുക്ക് ഉറപ്പിക്കാം കാർബണേറ്റ് ആണ്. ഇനി കാർബണേറ്റിൻ്റെ മറ്റൊരു കൺഫർമേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലീൻ ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒരു ക്ലീൻ ടെസ്റ്റ് ട്യൂബ് എടുത്തതിന് ശേഷം നമുക്ക് അല്പം സോൾട്ടിനെ നമ്മൾ വീണ്ടും എടുക്കുകയാണ്. ആ സോൾട്ടിലേക്ക് നമ്മൾ അല്പം മഗ്നീഷ്യം സൾഫേറ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇപ്പോൾ തന്നെ കാർബണേറ്റ് കൺഫേംഡ് ആയി. ഞാനൊരു അഡീഷണൽ എക്സ്പെരിമെൻറ്റ് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ അല്പം സോൾട്ടിനെ എടുത്തു. ഞാൻ അതിലേക്ക് അല്പം മഗ്നീഷ്യം സൾഫേറ്റിനെ ആഡ് ചെയ്യുന്നു. മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കാർബണേറ്റിനെ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്, ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന കാർബണേറ്റ് ആണ്. നമ്മൾ വീണ്ടും ഉറപ്പിക്കും. ഞാനത് നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നു. നല്ല വൈറ്റ് കളറിലൊരു പ്രസിപ്പിറ്റേറ്റ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇനി കാർബണേറ്റ് നമുക്ക് കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്ക് HCl ആഡ് ചെയ്തപ്പോൾ ബ്രിസ്ക് ഫ്ലൂറസൻസ് കിട്ടി. അതുപോലെ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ആ പ്രസിപ്പിറ്റേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സോലിബിളായി. അപ്പോൾ കാർബണേറ്റ് കൺഫേംഡ് ആയി. ഒന്നുകൂടെ കാർബണേറ്റിനെ കൺഫേം ചെയ്യുന്നതിന് നമ്മൾ സോൾട്ടിലേക്ക് എന്താഡ് ചെയ്യുന്നു, മഗ്നീഷ്യം സൾഫേറ്റിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ഈ റിയാക്ഷനുകളെല്ലാം ആ തന്നിരിക്കുന്ന സോൾട്ടിൽ കാർബണേറ്റ് ഉണ്ടത് എന്ന് നമുക്ക് ഉറപ്പിക്കുകയാണ്. ദിസ് വിൽ കൺഫേം ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ്. അപ്പോൾ CO3 അങ്ങനെയാണല്ലോ നമ്മൾ ഫോർമുല എഴുതുന്നത്. അങ്ങനെ കാർബണേറ്റ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് സൾഫേറ്റിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഓക്കെ,